അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധമായ റമളാനിൻ്റെ ഏറ്റവും നിർണായകമായ ബദർ ദിനത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മളെ എല്ലാവരെയും രണ്ട് ലോകത്തും രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, മഹാന്മാരായ ബദരീങ്ങളുടെ സുന്ദരമായ ദിനത്തിലാണ് ഞാനും നിങ്ങളുമൊക്കെ ഉള്ളത്. ആരാണ് ബദരീങ്ങൾ? എന്താണ് അവരുടെ മഹത്വം? ഒരു വിശ്വാസി സംബന്ധിച്ചിടത്തോളം ബദരീങ്ങൾ ആരാണെന്ന് മനസ്സിലാക്കുകയും അവരെ പ്രത്യേകതകൾ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്തില്ലെങ്കിൽ നമ്മുടെ ഈമാനിന് പിന്നെ പ്രഭയില്ല. നമ്മുടെ ഹൃദയത്തിൽ അള്ളാഹു വിശ്വാസത്തിൻ്റെ ആ തിരി നമ്മളെ ഹൃദയത്തിൽ കത്തിച്ചു വെച്ചിട്ടുണ്ട് എങ്കിൽ അതിന് കാരണക്കാരായത് നമ്മൾ ഇന്ന് മുസ്ലിങ്ങളായി ഇവിടെ നിലകൊള്ളുന്നു എങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, അതിന് കാരണക്കാരായിട്ടുള്ളത് മഹാരഥന്മാരായ ബദരീങ്ങളാണ്. അതുകൊണ്ട് തന്നെ ബദരീങ്ങളെ മറന്നുകൊണ്ട് ഒരിക്കലും മുസ്ലിം ലോകത്തിന് മുന്നോട്ട് പോകാൻ സാധ്യമല്ല. അള്ളാഹു ആ ബദരീങ്ങളെ കൊണ്ട് ഈ സമുദായത്തിന്, ഈ ദീനിന് അള്ളാഹു ഖിയാമത്ത് നാൾ വരെ ഇസ്സത്തോടുകൂടി നിലനിർത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരിക്കലും ബദരീങ്ങളെ നമ്മൾ മറക്കാൻ പാടില്ല. ചരിത്രത്തിലെ ഏറ്റവും വലിയ അത്ഭുതമാണ് ബദർ യുദ്ധം. നമ്മൾ മനസ്സിലാക്കണം, ബദർ യുദ്ധം നമുക്ക് ഒരുപാട് പാഠങ്ങൾ നൽകുന്നുണ്ട്. ഒരിക്കലും ഈ സമുദായത്തിന് ആയുധമോ ആയുധം കൊണ്ടോ ആൽബലം കൊണ്ടോ ഒന്നും നേടാനില്ല, ഒന്നും നേടിത്തരുകയുമില്ല. പിന്നെ ഈ സമുദായത്തിൻ്റെ ഇസ്സത്തും ഈ സമുദായത്തിൻ്റെ നിലനിൽപ്പും എന്നും അവൻ്റെ ഹൃദയാന്തരത്തിലുള്ള വിശ്വാസം കൊണ്ട് മാത്രമാണ്. ഇതാണ് ബദർ നമുക്ക് നൽകുന്ന സന്ദേശം. ഇതാണ് ബദർ നമുക്ക് നൽകുന്ന സന്ദേശം. ബദറിൻ്റെ വിജയം അതൊരിക്കലും ആയുധത്തിലൂടെയോ ആൽബലത്തിലൂടെയോ അല്ല. നമുക്കറിയാം, ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയമായിരുന്നു മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ബദർ യുദ്ധം. ആ ബദർ യുദ്ധമില്ലായിരുന്നു എങ്കിൽ ഒരിക്കലും പിന്നെ ഇവിടെ ഇസ്ലാം ഉണ്ടാവുകയില്ലായിരുന്നു. അള്ളാഹ് എന്ന് പറയാൻ തന്നെ ഇവിടെ ആരും തന്നെ ഉണ്ടാവുകയില്ലായിരുന്നു. ഇതിനൊക്കെ കാരണക്കാർ ബദരീങ്ങളാണ്. അതുകൊണ്ട് തന്നെ ആ ബദരീങ്ങളുടെ ആരെങ്കിലും ഒരാളുടെയെങ്കിലും ശുപാർശ, 313 ബദരീങ്ങളിൽ ഒരാളുടെയെങ്കിലും ശുപാർശ നമുക്ക് കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ടു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അള്ളാഹു ബദരീങ്ങളെ കൊണ്ട്, അവരുടെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മളെ എല്ലാവരെയും രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, ചരിത്രത്തിൽ ഒരിക്കലും മഹാന്മാരായ ബദരീങ്ങൾ ഒരു യുദ്ധം ലക്ഷ്യമാക്കി വന്നവരല്ല. അവർ ഒരു സാമ്പത്തിക ഉപരോധം മാത്രം ലക്ഷ്യം വെച്ച് വന്നവരാണ്. അതുകൊണ്ട് അവരുടെ കയ്യിൽ ആയുധമില്ലായിരുന്നു. പക്ഷേ യുദ്ധത്തിലേക്ക്, ഞാൻ നീട്ടിപ്പരത്തി പറയുന്നില്ല, യുദ്ധത്തിലേക്ക് അവർക്ക് എടുത്തു ചാടേണ്ട അവസ്ഥയായിരുന്നു അവസാനമായിട്ടുണ്ടായിരുന്നത്. അബൂജഹലിൻ്റെ നേതൃത്വത്തിൽ ഒരു വമ്പൻ സൈന്യം 1000-ഓളം വരുന്ന സർവായുധ വിഭൂഷകരായ ചെറുപ്പക്കാർ 1 മാസം വേണമെങ്കിലും ബദറിൽ താമസിച്ചുകൊണ്ട് യഥേഷ്ടം ഭക്ഷിച്ചുകൊണ്ട് യുദ്ധം ചെയ്യാൻ ആവശ്യമായ സാമഗ്രികളുമായിട്ട് അതാ അബൂജഹലിൻ്റെ നേതൃത്വത്തിൽ 1000-ഓളം വരുന്ന യുവാക്കൾ ബദറിലേക്ക് മാർച്ച് ചെയ്യുകയാണ്. ഇപ്പുറത്താണെങ്കിലോ ഉന്നാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സൃഷ്ടിച്ച, അതായത് 313 നോമ്പെടുത്തിട്ട് നിവർന്ന് നിൽക്കാൻ പോലും സാധിക്കാത്ത സ്വഹാബത്ത് അവർ നോമ്പ് പിടിക്കുന്നത് എങ്ങനെയാ? അവർ കിട്ടിയാൽ 1 ഗ്ലാസ് വെള്ളം അല്ലെങ്കിൽ 1 ഗ്ലാസ് പാല്, ഇത് മാത്രമാണ് അവരുടെ ഇടയത്താഴം. നമ്മളെപ്പോലെ അവർ മൂക്കറ്റം കഴിക്കാറില്ല, കഴിക്കാൻ അവരുടെ കയ്യിലില്ല. ഇങ്ങനെ നോമ്പെടുത്ത മഹാന്മാരായ സ്വഹാബത്ത് അവർ ബദറിലേക്ക് വരുമ്പോൾ അവർക്ക് നിവർന്ന് നിൽക്കാൻ സാധ്യമല്ല.
അവർക്ക് നിവർന്നു നിൽക്കാൻ സാധ്യമല്ല. ഇപ്പുറത്താണെങ്കിൽ ഒട്ടകത്തെ ഇങ്ങനെ അറുക്കുന്നു, പുജിക്കുന്നു, മൂക്കറ്റം കള്ളു കുടിക്കുന്നു, ഇങ്ങനെ സ്വഹാബത്തിന് വെല്ലുവിളിക്കുന്നു. ഈ നിവർന്നു നിൽക്കാൻ പോലും സാധിക്കാത്ത സ്വഹാബത്തിനെ കണ്ടപ്പോൾ അവർ വെല്ലുവിളിക്കുകയാണ്. എന്തേ? അബൂജഹലിനോട്, ഉത്ബത്തിനോട്, ഷൈബത്തിനോട്, നൗഫലിനോട്, ഉമൈറിനോട് ശത്രുക്കൾ ചോദിക്കുന്നുണ്ട്. എന്തേ ചോദിക്കുന്നത്? അബൂജഹലെ, ഉത്ബത്തെ, ഷൈബത്തെ, നൗഫലെ, ഉമൈറെ, ഈ 313ഓളം വരുന്ന ശുഷ്കിച്ച നിവർന്നു നിൽക്കാൻ പോലും സാധിക്കാത്ത ഈ പേക്കോലങ്ങളോട് യുദ്ധം ചെയ്യാനാണോ? മല്ലന്മാരായ, അറേബ്യയിലെ മല്ലന്മാരായ, വാളുകൊണ്ട് അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന ഞങ്ങളെ വിളിച്ചു കൊണ്ടുവന്നത് ഇവന്മാരോട് യുദ്ധം ചെയ്യാനാണോ എന്ന് ചോദിച്ചുകൊണ്ട് അബൂജഹലിനെ ശല്യപ്പെടുത്തുമ്പോൾ, ഉത്ബത്തിനെ ശല്യപ്പെടുത്തുമ്പോൾ, ഉമൈറിനെ ശല്യപ്പെടുത്തുമ്പോൾ അവർ പറഞ്ഞ മറുപടി, സാരമില്ല, വളരെ പെട്ടെന്ന് ഇവൻ്റെയൊക്കെ കഥ കഴിച്ചിട്ട് നമുക്ക് തിരിച്ചു പോകാം എന്ന് പറഞ്ഞുകൊണ്ട് ശത്രുക്കളിൽപ്പെട്ട യുവാക്കളെ അവരിങ്ങനെ നിലയ്ക്ക് നിർത്തുകയാണ്. അവസാനം ഞാൻ ചുരുക്കി പറയട്ടെ, യുദ്ധം അങ്ങോട്ട് തുടങ്ങുകയാണ്. ചരിത്രത്തിലെ ഏറ്റവും വലിയ അത്ഭുതം സംഭവിക്കുകയാണ്. സർവായുധ വിഭൂഷകരായ 1000ഓളം വരുന്ന കുഫാറുകളും 313 ശുഷ്കിച്ചു നോമ്പെടുത്ത് നിവർന്നു നിൽക്കാൻ പോലും സാധിക്കാത്ത സഹാബത്തും ചരിത്രത്തിൽ അതാ ബദറിൽ ഏതാനും മിനിറ്റുകളൊന്ന് പോരടിച്ചപ്പോൾ ഉത്ബത്ത് മറിഞ്ഞു വീണു, ഷൈബത്ത് മറിഞ്ഞു വീണു, അബൂജഹൽ മറിഞ്ഞു വീണു, ഉമൈർ മറിഞ്ഞു വീണു. ബദറിൽ വമ്പിച്ച വിജയമാണ് നേടിയത്. എന്തേ? ആയുധമില്ലാത്ത സഹാബത്ത്, ആൽബലമില്ലാത്ത സഹാബത്ത്, പൊട്ടിയ വാളുകൾ മാത്രമുള്ള സഹാബത്ത് ബദറിൽ അത്ഭുതങ്ങൾ തീർത്തെങ്കിൽ വിശ്വാസത്തിന്റെ വിജയമായിരുന്നു. അല്ലാഹു ബദർ യുദ്ധത്തിലൂടെ, ബദറിന്റെ വിജയത്തിലൂടെ വിശ്വാസികളായ നമുക്ക് കാട്ടിത്തന്നത്, മുസ്ലിങ്ങളെ, നിങ്ങൾക്ക് ആയുധം കൊണ്ടൊന്നും നേടാനില്ല, ആൽബലം കൊണ്ടും നിങ്ങൾക്കൊന്നും നേടാനില്ല, മുസ്ലിം ലോകത്തിന് സാമ്പത്തിക സ്രോതസ് കൊണ്ടും ഒന്നും നേടാനില്ല. ആകെ നേടാനുള്ളത് നിങ്ങളുടെ ഹൃദയത്തിന്റെ വാരിയല്ലുകൊണ്ട് മൂടപ്പെട്ട ഹൃദയത്തിന്റെ അന്തരംഗത്ത് രൂഢമൂലമായിട്ടുള്ള വിശ്വാസം, അതൊന്നുകൊണ്ട് മാത്രമേ നിങ്ങൾക്ക് ഈ ലോകത്ത് പിടിച്ചു നിൽക്കാൻ സാധിക്കുകയുള്ളൂ എന്ന മഹത്തായ സന്ദേശമാണ് ബദറിലൂടെ അള്ളാഹു നമ്മളെ പഠിപ്പിച്ചത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ ചിന്തിക്കുക. അതുകൊണ്ട് ബദറിൽ ഇത്രത്തോളം വിജയം കൊയ്യാൻ നിദാനമായ ഒരു അത്ഭുത മന്ത്രമുണ്ട്, ഒരു വചനമുണ്ട്. അത് ഈ ഗാലക്സി മീഡിയയിലൂടെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരികയാണ്. യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം. അള്ളാഹുവിൻ്റെ റസൂലും സ്വഹാബത്തും ബദറിൻ്റെ രാത്രിയിൽ പിറ്റേന്ന് യുദ്ധം ചെയ്യാൻ പോവുകയാണ്, യുദ്ധം നടക്കാൻ പോവുകയാണ്. ബദറിൻ്റെ രാത്രിയിൽ ഏറ്റവും കൂടുതൽ സ്വഹാബത്തും പുന്നാര നബിയും ചൊല്ലിയ ഏറ്റവും വലിയ അത്ഭുത മന്ത്രം യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം എന്ന മഹത്തായ വചനമാണ്. അതുകൊണ്ട് ഈ ബദർ ദിനത്തിൽ വിശ്വാസികളായ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ആദ്യം എൻ്റെ ശരീരത്തിനോടും പിന്നെ നിങ്ങളോടും ഈ ഗാലക്സി മീഡിയയിലൂടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ അതരങ്ങളിൽ നിന്നും വിജയത്തിന് വേണ്ടി ഉതിർന്നു വീഴട്ടെ. എപ്പോഴും നിങ്ങൾ ചൊല്ലിക്കോ, എല്ലാ അത്ഭുതങ്ങളും നിങ്ങൾക്ക് ഇതിലൂടെ അള്ളാഹു തരും. നിങ്ങളെ കാര്യങ്ങൾ നിങ്ങൾ അറിയാതെ തന്നെ അള്ളാഹു നടത്തിത്തരും. അത്രയും വലിയ മഹത്വമുള്ളൊരു വചനമാണ് യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം. ബദറിൻ്റെ വിജയവും ഇത് തന്നെയാണ് എന്ന് ഈ മഹത്തായ ബദർ ദിനത്തിൽ നിങ്ങളോടൊക്കെ സംവദിച്ചുകൊണ്ട് ഞാൻ വിരമിക്കുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തവസ്സൽനാ ബിസ്മില്ലാഹ് വബിൽ ഹാദി റസൂലില്ലാഹ് വകുല്ലി മുജാഹിദിൻ ലില്ലാഹ് ബിഅഹ്ലിൽ ബദ്രി യാ അല്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.